ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ പല്ലിൻ്റെ സ്കാനിങ് എടുക്കാൻ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് ഏട്ടൻ റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇത് തൊട്ട് ബാക്കിൽ തന്നെയാണ് ഏട്ടൻ്റെ വീട് വരുന്നത്. ഇതാ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ വേർത്ത് കുളിച്ചു കേട്ടോ. ഭയങ്കര ചൂടല്ലേ. ഈ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ഭയങ്കര ചാത്തം കളർ പോലില്ലേ, പക്ഷെ നേരിട്ട് കാണാൻ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബൈക്കിനാണ് പോകുന്നത്. പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ബൈക്കിൻ്റെ സീറ്റൊക്കെ ഭയങ്കര ചൂട്. അങ്ങനെ ഏട്ടൻ നനഞ്ഞ് തോർത്തിലെടുത്തിട്ട് തോർത്തുന്നുണ്ടായതാണ് കേട്ടോ. അത് എങ്ങാനിരുന്നാൽ പൊള്ളിപ്പോയാലോ അങ്ങനെ. അപ്പോൾ ഞങ്ങളിതാ ബൈക്കിലേക്ക് പോയി. ഫസ്റ്റ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലേക്കൊന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഷോപ്പിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പല്ലിൻ്റെ സ്കാൻ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുനിസിപ്പാലിറ്റിയിലെത്തിയിട്ട് ഏട്ടനാണ് എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനവിടെ വെറുതെ ഇരുന്ന് വായി നോക്കിയിട്ടാ, വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇതാ ഈ വായി നോക്കി ഇരിക്കുന്നത് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പല്ലിൻ്റെ സ്കാൻ എടുക്കാൻ പോയി. ഇതുണ്ട്, ആ കാണുന്ന മെഷീനിലാണ് എൻ്റെ പല്ലിൻ്റെ സ്കാൻ എടുത്തിട്ടാ. ഈ സമയത്തിൽ ഭയങ്കര വിശപ്പായിരുന്നു. കാരണം ഇപ്പോൾ പല്ലിൻ്റെ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന കാരണം ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് നേരെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഉണ്ടായത് കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു പാത്രം ചോറെടുത്ത് കഴിഞ്ഞ് അത് കഴിച്ചൊന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ഈ കഴിക്കുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഇട്ട് അത് ഇറങ്ങാനുള്ള സമയം പോലും ഞാൻ കൊടുക്കാതെയാണ് അടുത്തത് വായിലേക്ക് ഇടുന്നത് കേട്ടോ. അത്രയും വിശന്നിട്ടുണ്ടായി. ഇടയ്ക്ക് എൻ്റെ നെഞ്ചത്തെല്ലാം കയറിയിരുന്നിട്ടാ. നെഞ്ചത്തെല്ലാം കയറിയിട്ട് ആക്രാന്തവും പിടിച്ച് കയ്യും പൊള്ളി അങ്ങനെ ഒരുമാതിരി വെകളി പിടിച്ചിട്ടാണ് ഞാൻ ആ ഭക്ഷണം തീർത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ ഗൈസ്. ഭയങ്കര ക്ഷീണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വേർത്തിരിക്കുന്നുണ്ടോ. അപ്പം ശരി, ബൈ.